പ്രതിവർഷം 1/2 കോടിയോളം സന്ദർശകരെത്തുന്ന ആലപ്പുഴയിലെ ടൂറിസം മേഖലയുടെ പ്രധാന ആകർഷണം വേമ്പനാട്ട് കായലിലെ ഹൗസ് ബോട്ട് യാത്രകൾ തന്നെ. എന്നാൽ മേഖലയുടെ അതിനപ്പുറത്തുള്ള ചരിത്രവും സംസ്കാരവും പൈതൃകവും കൂടി സന്ദർശകർക്ക് മുന്നിൽ തുറന്നു വയ്ക്കുകയാണ് ഇവിടുത്തെ മ്യൂസിയങ്ങൾ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച തുറമുഖ മ്യൂസിയവും കയർ മ്യൂസിയവുമാണ് ഇതിൽ പ്രധാനം. പൈതൃക നഗരമെന്ന നിലയിലുള്ള ആലപ്പുഴയുടെ പ്രാധാന്യമാണ് ഇതുവഴി വർദ്ധിക്കുന്നത്. ഒരു കാലത്ത് സുഗന്ധദ്രവ്യങ്ങൾ ഉൾപ്പെടെ കടൽ കടന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരുന്നത് ആലപ്പുഴ വഴിയാണ്. അതുകൊണ്ട് തന്നെ കിഴക്കിന്റെ വെനീസ് എന്ന വിശേഷണം കഴ്സൺ പ്രഭു ഈ നഗരത്തിന് നൽകി. എന്നാൽ കൊച്ചി തുറമുഖത്തിന്റെ പ്രഭാവത്തിൽ ആലപ്പുഴ തുറമുഖത്തിന്റെ പ്രാധാന്യം അസ്തമിച്ചു. 1989 ശേഷം ഇവിടെ കപ്പലെടുത്തിട്ടില്ല. ആലപ്പുഴയെ പൈതൃക ടൂറിസം നഗരമായി പുനരുദ്ധരിക്കുന്നതിനുള്ള സമഗ്ര പരിപാടികളിലെ പ്രധാന ഘടകമാണ് തുറമുഖ മ്യൂസിയം. 130 കോടി രൂപയാണ് ഇതിനായി കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ചിരിക്കുന്നത്. ആലപ്പുഴ തുറമുഖത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ സമൃദ്ധമായ തീരദേശത്തുടനീളം നടത്തിവന്ന വിദേശ വ്യാപാരത്തിന്റെ ചരിത്രം കൂടിയാണ് ഇവിടെ വരച്ചുകാട്ടുന്നത്. ആലപ്പുഴയിലെത്തിയിരുന്ന കപ്പലുകളുടെ വിവിധ മാതൃകകൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അറബി, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ് കപ്പലുകളുടെ എല്ലാ മാതൃകകൾ ഇതിലുൾപ്പെടുന്നു. തുറമുഖത്തോട് ചേർന്ന കനാൽ ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനുമുള്ള തുഴവഞ്ചികളും ചെറിയ പായ്വഞ്ചികളും ഒരുക്കിയിട്ടുണ്ട്. കയർ മ്യൂസിയം ആകട്ടെ കയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ സംരംഭമാണ്. മേഖലയിലെ കയർ വ്യാപാരത്തിന്റെ ചരിത്രമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കയറിന്റെ ആദ്യകാല ഉപയോഗങ്ങൾ മുതൽ വൈവിധ്യമാർന്ന ആധുനിക കയർ ഉൽപ്പന്നങ്ങൾ വരെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ചകിരിനാര് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയും യന്ത്രവൽക്കരണത്തിലേക്കുള്ള മാറ്റത്തിന്റെ വിശദാംശങ്ങളും നേരിട്ടു കാണാം.